കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണേ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണേ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. 50,000 രൂപ അഡ്വാൻസ് കൊടുത്താലോ അമ്മേ? ഗിരിയോട് ചോദിക്കാതെയോ? ഗിരിന്ന് വിളിച്ചില്ലെങ്കിൽ അടുത്ത ആഴ്ചയല്ലേ വിളിക്കുള്ളൂ. അതൊരു അഡ്വാൻസ് കൊടുക്കായിരുന്ന ആ വീട് കയ്യിന്ന് പോവും. എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അതേ തുടരണമെങ്കിൽ ഗിരിയുടെ അനുവാദം കിട്ടണം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അമ്മേ? ഞാൻ ആ വീട് ഒരുപാട് മോഹിച്ചു പോയി. അമ്മേ, അവൻ ഇങ്ങോട്ട് വിളിക്കുന്നത് നോക്കി നമ്മൾ എന്തിനാ കാത്തിരിക്കുന്നത്? പിന്നെ എന്ത് ചെയ്യും? അവന് ഫോണില്ല. കൂട്ടുകാരുടെ ഫോണിൽ നിന്ന് അവൻ ഇങ്ങോട്ട് വിളിക്കുന്നേ. ഫോണിന് നമ്പർ ഒന്നും ഇല്ലാത്തപ്പോ നമുക്ക് അങ്ങോട്ട് വിളിക്കാൻ പറ്റുമോ? വിളിക്കാൻ പറ്റും. എങ്ങനെ വിളിക്കും? നിനക്ക് വട്ട. അമ്മയ്ക്ക് അവനോട് സംസാരിച്ചാ പോരെ? ആ മതി. അതിന് മാർഗമുണ്ട്. അവന്റെ കൂട്ടുകാരന്റെ ഫോണിൽ നിന്നാണല്ലോ അവൻ ഇങ്ങോട്ട് വിളിക്കുന്നത്. ആ നമ്പർ ഗംഗയുടെ ഫോണിൽ കാണും. അതിൽ വിളിച്ചിട്ട് ഗിരിയോട് ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞ അവൻ ഇന്നേനെ ഇങ്ങോട്ട് വിളിക്കും. അമ്മയ്ക്ക് ഇന്ന് തന്നെ അവനോട് സംസാരിക്കുകയും ചെയ്യാം. അടുത്ത ആഴ്ച വരെ നോക്കിയിരിക്കണ്ട. അത് ശരിയാണല്ലോ. എന്നാ പിന്നെ ഒട്ടും താമസിക്കണ്ട. ഇപ്പൊ തന്നെ ഞാൻ ഗംഗയെ കൊണ്ട് വിളിപ്പിക്കാം. അമ്മേ, അമ്മ നിന്നേ. ഞാനും ചേട്ടനും കൂടി പോയി വീടും വസ്തുവും കണ്ടത് ഇന്നേനെ അഡ്വാൻസ് കൊടുക്കണ കാര്യം അമ്മ അവനോട് പ്രത്യേകം എടുത്ത് പറയണം. ആദ്യം ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ. അമ്മയും മോനും കൂടെ സംസാരിച്ച് കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആവും. അതിനിടയിൽ ഈ കാര്യം മറക്കരുത്. ഇല്ല അമ്മേ. എന്താ? അവനോട് കാര്യം പറഞ്ഞിട്ട് അഭിപ്രായം അറിയാനൊന്നും ശ്രമിക്കണ്ട. അതെന്താ? പിന്നെ എങ്ങനെ തീരുമാനം എടുക്കും? 5 ലക്ഷം രൂപ കൊടുത്ത് ആ വീടും സ്ഥലവും സുലോചനയുടെ പേരിൽ ഞാൻ എഴുതിക്കാൻ പോണെന്ന് അമ്മ അങ്ങ് തീർത്ത് പറഞ്ഞാ മതി. അപ്പൊ പിന്നെ അവ എതിരൊന്നും പറയൂല. അതൊക്കെ അതിന്റെ പരുവം പോലെ ഞാൻ പറഞ്ഞോളാം. ആദ്യം ഞാൻ എന്റെ കുഞ്ഞിന്റെ ശബ്ദം ഒന്ന് കേട്ടോട്ടെ. ഗിരി വിളിച്ചോ മോളെ? ഇല്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? ചിലപ്പോ രാത്രി വിളിക്കുമായിരിക്കും. അതുവരെ എന്തിനാ കാത്തിരിക്കണത്? നമുക്ക് അങ്ങോട്ട് വിളിക്കാം അല്ലമ്മ? അതെ. അങ്ങോട്ട് വിളിക്കാൻ കൂട്ടുകാരന്റെ ഫോണിൽ നിന്നാണല്ലോ അവൻ ഇങ്ങോട്ട് വിളിക്കുന്നത്. ആ നമ്പർ മോടെ ഫോണിലുണ്ടല്ലോ. കൂട്ടുകാരനെ അങ്ങോട്ട് വിളിച്ചാ മതി. അപ്പൊ ഗിരി ഇങ്ങോട്ട് വിളിക്കും. അതെ മോളെ, ആദ്യം കൂട്ടുകാരനെ ഒന്ന് വിളിക്കേ. ഗിരി ചിലപ്പോ അവന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ ഗിരിയുടെ അടുത്ത് സംസാരിക്കാനും പറ്റും. മോളൊന്ന് വിളിക്കേ. നോക്കി നിൽക്കാതെ വിളിക്കൂ. വച്ചേ വിളിക്കും മോളെ.
വിളിക്കാൻ അങ്ങനൊരു നമ്പർ ഇല്ല. അതെന്താ ഇല്ലാത്തത്? ഇങ്ങോട്ട് വിളിക്കുന്ന നമ്പറൊക്കെ മൊബൈൽ ഫോണിൽ കാണുമല്ലോ. ചിലപ്പോ മാഞ്ഞു പോയതായിരിക്കുമോ? അങ്ങനെയൊന്നും മാഞ്ഞു പോകത്തൊന്നുമില്ല. മോളെ ആ ഫോണൊന്നും എടുത്തു നോക്കിയേ. എനിക്ക് ഫോണില്ല. ഫോണില്ലേ? പിന്നെങ്ങനെയാ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നേ? മോളെന്താ ഒന്നും പറയാത്തെ? ആരുടെ ഫോണിലോട്ട് അവൻ ഇതുവരെ വിളിച്ചോണ്ടിരുന്നത്? വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറ. ഗിരി ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല. നീ എന്താ പറഞ്ഞ? അതൊന്നോടെ ഒന്ന് പറഞ്ഞേ. പറഞ്ഞത് കേട്ടില്ലേ? നീ പറഞ്ഞത് ഒന്നോടെ ഒന്ന് പറയാൻ. ഗിരി ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല. പരമദുഷ്ടേ, നീ ഒരു മനുഷ്യജന്മം തന്നെയാണോടെ? അമ്മ, ഇവള് മനപ്പുറം നമ്മളെയൊക്കെ മണ്ടികളാക്കുക. എന്നെ വിളിച്ചില്ലെങ്കിലും എന്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ടല്ലോ എന്നുള്ള സമാധാനമായിരുന്നു എനിക്ക്. ഒരു പെറ്റ തള്ളയോടെ നീ കൊടുംചതി കാണിച്ചത് പൊറുക്കില്ല. ഈശ്വരൻ പോലും നിന്നോട് ഒരു കാലത്തും പൊറുക്കില്ല. അമ്മ, എന്റെ മോൻ ജീവനോടെ ഉണ്ടെന്നെങ്കിലും നിനക്കറിയാവോ? അറിയില്ല. എന്താ അമ്മേ? ഇവളൊറ്റ ഒരുത്തിയാ ഈ നശിച്ചവളെ ഇവിടെ കുടിയിരുത്തിയത്. നീ എന്റെ വയറ്റിൽ കൊടുത്തത് തന്നെയാണോടെ? കൂടപ്പുറപ്പിനോടുള്ളതിനേക്കാൾ എന്ത് ബന്ധമാടി നിനക്ക് ഈ മഹാഭാവിയോടുള്ളത്? അമ്മ, ഞാൻ ശബ്ദിച്ചു പോകരുത്. ഒന്ന് കുഴിച്ചു മൂടി ഞാൻ. ഈ പഴച്ചവക്ക് കൂട്ടി നിൽക്കുന്നതും ബുദ്ധി ഉപദേശിക്കുന്നതൊക്കെ ഇവളാ. ഒരേ ചോരയല്ലേടി നിന്റെ അവന്റെ ഞരമ്പിലോടുന്ന്. എന്റെ കുഞ്ഞിന് എന്തു പറ്റിയെന്നറിയാതെ ഉള്ളൊരുങ്ങി ഞാനിവിടെ കഴിയുമ്പോ എന്നെ അവനെയൊക്കെ മറന്ന് നിനക്ക് എങ്ങനെ ഈ മഹാഭാവിയുടെ കൂടെ നിൽക്കാൻ മനസ്സ് വന്നു? നീ എന്ന് വെച്ചാ അവന്റെ ജീവനല്ലായിരുന്നോടി? അങ്ങനെയുള്ള കൂടപ്പറപ്പിനേക്കാളും ഈ പിഴച്ചോളെ നീ സ്നേഹിച്ചില്ലേ? എടി, നമുക്ക് വേണ്ടിട്ടല്ലേടി അവൻ നാട് വിട്ടത്. ആ ചിന്ത പോലും നിനക്കില്ലാതായി പോയല്ലടി. ഇനിയൊരു നിമിഷം പോലും നിന്നെ ഇവിടെ കണ്ടുപോകരുത്. എന്റെ മോന്റെ ജീവിതം തൊലച്ചവളാ നീ. നശിച്ചു പോകും നീ. ഗുണം പിടിക്കില്ല. ഒരമ്മ മനസ്സൊരുക്കി ശപിക്കുക. ഒരു കാലത്തും നീ ഗുണം പിടിക്കില്ല. തെണ്ടി തിരിഞ്ഞ് നീ പുഴുത്ത് ചാകും. ശബ്ദിച്ചു പോകരുത് കുടുംബദ്രോഹി. ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കണം. ഇനി നീ ഇവിടെ നിന്ന് പച്ചയ്ക്ക് കൊളുത്ത് ഞാൻ. പാടിക്കോട്ടെ. എവിടെങ്കിലും പോയി ചത്തൂടെ നിനക്ക്? എന്തിനാ നീ ഇങ്ങനെ ജീവിച്ചിരിക്കണത്?
ജന്മം മുഴുവൻ ഞാൻ എന്റെ കുഞ്ഞിനെ കാണാതിരിക്കാം. അവന്റെ ശബ്ദം പോലും എനിക്ക് കേൾക്കണ്ട. എവിടെയെങ്കിലും എന്റെ കുഞ്ഞ് ജീവനോടെ ഇരിപ്പുണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ആ ഒരു സമാധാനത്തോടെ ഞാൻ കഴിഞ്ഞോളാം. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞു കരയണത്? ഇനി എന്ത് സമാധാനത്തോടെ ഞാൻ ജീവിക്കണം? മാസം 2 കഴിഞ്ഞില്ലേ കൺമുന്നിൽ നിന്ന് എന്റെ കുഞ്ഞു പോയിട്ട്. അവനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം അറിയാൻ നമുക്ക് കഴിഞ്ഞോ? അമ്മ ഇങ്ങനെ വിഷമിക്കാതെ, അവന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അതിനെന്താ ഉറപ്പ്? വിളിക്കണ്ട. ഒരു വരി കത്തെങ്കിലും അവന്റേതെന്ന് പറയാൻ നമ്മുടെ കയ്യിലുണ്ടോ? പിന്നെ എന്തുറപ്പില്ലാ ഞാൻ സമാധാനിക്കണ്ടേ? നമ്മൾ അവനെ കുറച്ച് വിഷമിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ദേഷ്യം അവന്റെ മനസ്സിൽ കാണും. അതുകൊണ്ട് അവൻ കത്തെഴുതുകയോ വിളിക്കുകയോ ചെയ്യാത്തത്. ആ ഒരുമ്പട്ടോളുടെ പേരിലാണല്ലോ അവന് നമ്മളോട് ദേഷ്യമുള്ളത്. അതുകൊണ്ടാ നമ്മളെ വിളിക്കാത്തേന്ന് വെക്കാം. ആ നശിച്ചവളോട് അവന് ദേഷ്യമൊന്നുമില്ലല്ലോ. അവളെ എന്താ അവൻ വിളിക്കാത്തെ? അത് പിന്നെ അവള് കല്യാണം കഴിച്ച് പോയെന്നായിരിക്കും ഗിരി ധരിച്ചു വെച്ചിരിക്കുന്നത്. വീട്ടിൽ നിന്ന് ചാടിപ്പോയ കാര്യമൊന്നും അവ അറിഞ്ഞിട്ടില്ലല്ലോ. സോളമൻ എങ്ങനെയെങ്കിലും അത് അറിയിച്ചു കാണും. എങ്ങനെ അറിയിക്കാനാ? അവൻ ബോംബെയിൽ എത്തിക്കഴിഞ്ഞു. അവിടെ എത്തിയെന്ന് മാത്രമല്ലേ സോളമനെ വിളിച്ച് പറഞ്ഞോളൂ. അവന്റെ ഫോൺ അവിടെ മറന്നു വെച്ചിട്ടാ പോയത്. പിന്നെ എങ്ങനെ അവനെ വിളിക്കാൻ പറ്റണത്? ഇവളൊറ്റ ഒരുത്തി എല്ലാത്തിനും കാരണം. കൂടപ്പറപ്പിനേക്കാൾ ഇവള് സ്നേഹിച്ചത് ഗിരിയെ നാശത്തിലേക്ക് തള്ളിവിട്ട ആ മുടിഞ്ഞവളെയാ. അവളുടെ കാര്യത്തിലാ ഇവക്ക് സങ്കടം മുഴുവനും. നിനക്ക് എങ്ങനെ മനസ്സ് വന്നടി അവനെ മറന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ? ഞാൻ ആരെയും മറന്നിട്ടില്ല. എന്റെ മനസ്സിലെ സങ്കടം എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തണ്ട. കിരീട നിമിത്തം ഗതികേടിലായ ഗംഗയുടെ മനസ്സ് നൊന്ത കിരീടന്റെ ഗതി കിട്ടില്ല. അതുകൊണ്ട് ഗംഗ ഇവിടെ താമസിപ്പിക്കാൻ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ആ മഹാഭാബി ഇവിടെ കയറ്റി വാഴിച്ചപ്പോ എന്റെ മോന് ഗതി കിട്ടിയോടി. ജന്മം കൊടുത്ത തന്തയെ കൊലയ്ക്ക് കൊടുത്തവളാ ആ നികൃഷ്ട സന്തതി. ആ നീച ജന്മം ഒരു കുടുംബം കുട്ടിച്ചോറാക്കി. ഒരു കുടുംബമോ? ഇവിടെ പിന്നെ എന്താ സംഭവിച്ചത്? മുച്ചൂടും മുടിച്ചില്ല. ഇവിടെ ആർക്കെങ്കിലും മനസ്സമാധാനം ഉണ്ടോ? എപ്പോഴാ പെരുവഴിക്ക് ഇറങ്ങേണ്ടി വരികയെന്ന് ആർക്കറിയാം? സുലോനെ, ഒന്നിങ്ങോട്ട് വന്നേ. എന്തിനാ വിളിച്ചത്? ഗംഗയെ പറഞ്ഞു വിടാൻ തന്നെയാണോ അമ്മയുടെ തീരുമാനം? പിന്നല്ലാതെ അവളെ ഇവിടെ വെച്ച് പൂജിക്കണോ? പൂജിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അവൾ ഇവിടെ നിന്ന് പോകുമ്പോ നമ്മളെ വീടും സ്ഥലവും കൂടി അവളെ കൊണ്ടുപോകും. നിങ്ങൾക്ക് വട്ടായ. ഈ വീട് സ്ഥലം അമ്മയുടെ പേരിലല്ലേ? പിന്നെ എങ്ങനെ അവള് കൊണ്ടുപോകും? ഈ വീട് സ്ഥലവുമല്ല, നമ്മൾ വാങ്ങിക്കാതിരിക്കുന്ന വീടിന്റെ സ്ഥലത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. അത് കൈവിട്ടു പോയാ ആയുഷ്കാലം നമ്മൾ ഇവിടെ കിടക്കേണ്ടി വരും. അതിന് എനിക്കിപ്പോ എന്ത് ചെയ്യാൻ കഴിയും? 5 ലക്ഷം ഇപ്പൊ അമ്മയുടെ കയ്യിലേ ഇരിക്കുന്നത്. അതെ, അത് കൊടുത്തു വിടരുത്. അത് അമ്മയല്ലേ തീരുമാനിക്കണ്ടേ? അത് കൊടുക്കുന്ന കാര്യം അമ്മ ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല. 5 ലക്ഷത്തിന്റെ കാര്യം അമ്മ ഓർക്കണമെന്നില്ല. നീ അതിന്റെ കാര്യം മിണ്ടാതിരുന്നാ മതി. സുമ അത് ഓർമ്മിപ്പിക്കും. അവക്ക് കൂറ ഗംഗയുടെ ആണല്ലോ. അവൾ ഇനി ഗംഗയ്ക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കില്ല. അമ്മയുടെ നിന്റെയും കയ്യിൽ നിന്ന് അവൾക്ക് അത്രത്തോളം കിട്ടിയില്ലേ? ഇനി അതുകൊണ്ട് മിണ്ടില്ല. നീ അങ്ങോട്ട് നിന്ന് ഗംഗയെ എത്രയും പെട്ടെന്ന് പറഞ്ഞുവിടാൻ നോക്ക്. കാശ് അവള് ചോദിച്ചാലോ? അമ്മയുടെ കയ്യിലാ, വേണമെങ്കിൽ പോയി ചോദിക്കാൻ പറയണം. അമ്മയുടെ മുന്നിൽ ചെല്ലാൻ അവൾക്ക് ധൈര്യം ഉണ്ടാകത്തില്ല. അത് ശരിയാ. ഈ 5 ലക്ഷം എന്റെ മോൻ അവളിട്ട വിലയാ. ഇതേ തൊട്ട എന്റെ ചങ്ക് പൊള്ളും. ആ നശിച്ചവിടെ കയ്യിലെ ഇതങ്ങ് കൊടുത്തേക്ക്. എന്തോന്നാടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നേ? ഇതങ്ങോട്ട് പിടിക്കേ. കൊടുക്കുമ്പോ എണ്ണി അവളെ ബോധ്യപ്പെടുത്തിയേക്കണം. വീട് സ്ഥലവും വേണ്ടെന്ന് അയാളോട് പറഞ്ഞേരെ. നീ ഒന്ന് നിന്നേ. എന്താ? കാശൊന്നും തന്നേ.
എന്തിനാ? എടി 5 ലക്ഷം രൂപ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഒന്ന് കാണാനാ. കാണു, കണ്ട് സംതൃപ്തി അടേ. ഓ, 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 ഉമ്മ. ഉമ്മ, ഉമ്മ, ഉമ്മ. ഉഫ്. ഒന്നെളുപ്പം കണ്ടിട്ട് താ ഇങ്ങോട്ട്. നീ ഒന്ന് അടങ്ങ് സുലോചനെ, ഞാനിതൊന്ന് കണ്ടോട്ടെ. ഉമ്മ, ഉമ്മ, ഉമ്മ. ഓ, എന്നെ കൊതിപ്പിച്ച് കളഞ്ഞല്ലോ. മതി, ഇങ്ങോട്ട് കൊണ്ട് വാ. സുലോചനെ, ആ ദാ വരുന്നു. എടി സുലോചനെ, ഇവിടെ കൊണ്ട് ദാ വരുന്നു അമ്മേ. എന്റെ കൺമുന്നിൽ നിന്ന് നിന്നോട് പോകാനാ പറഞ്ഞേ. നിന്നെ എനിക്ക് കാണണ്ട. നീ ഇവിടെ നിന്ന ഈ വീട് മുടിയും. അമ്മേ, ഗംഗയ്ക്ക് പോവാൻ വേറൊരിടെ ഇല്ലാഞ്ഞിട്ടല്ലേ നീ അമ്മേ? ഇനി ഇവക്ക് വേണ്ടി എന്നോട് വക്കാലത്ത് പറയല്ലേ. ഞാൻ എന്റെ ദൈവമേ. ഓ, ഉമ്മ. എന്താ എന്താ അമ്മ ഇവിടെ? സുലോചനെ, എന്റെ കൺമുന്നിൽ നിന്ന് ഇവളെ പിടിച്ചോണ്ട് പോ. എന്നെ പറഞ്ഞേക്കില്ലേ അമ്മ? നിന്നെ പറഞ്ഞയക്കാനല്ല, ചവിട്ടി ഇറക്കാനാ പോ. അമ്മേ, ഞാൻ ഇവിടെ എവിടെയെങ്കിലും കഴിഞ്ഞോളാം. ഒരു വേലക്കാരുടെ സ്ഥാനം മതി. ഇവിടെ ഒരു വേലക്കാരുടെ ആവശ്യമില്ല. ആവശ്യമുണ്ടെങ്കിലും നിന്നെ ഞാൻ ഇവിടെ വെച്ച് പൊറപ്പിക്കില്ല. അമ്മേ, നീ ആരെ സ്വപ്നം കണ്ടോണ്ട് നിക്കാടി? പിടിച്ചുകൊണ്ടോ ഈ റോഡിലാക്കി. ഇനി ഇവിടെ നിന്നാ ഞാൻ എന്തെങ്കിലും കടുകൈ ചെയ്ത് വാ ഇങ്ങോട്ട്. വാ ഇങ്ങോട്ട്. വാ അത് ചെയ്യലമ്മേ, ദോഷാണ്. ഇനി നീ മിണ്ടരുത്, മിണ്ടരുത്. ഇനി എന്തെങ്കിലും പറഞ്ഞാ നിന്റെ നാക്ക് ഞാൻ പിഴുതെടുക്കും. കേറി പൊടിയകത്ത്. അമ്മേ, എന്നെ ഇറക്കി വിടല്ലേ അമ്മേ? ഞാൻ ഇനി എങ്ങോട്ട് പോവും? കുറച്ചങ്ങോട്ട് പോയാലേ അവിടെ കടലുണ്ട്. അവിടെ ചെന്ന് ചാടിച്ചാക്. അല്ലെങ്കിൽ നിന്റെ അവസാനം അങ്ങനെ തന്നെയാ, ഒരു സംശയമില്ല. പിടിച്ചോണ്ട് പോടിയോ. അയ്യോ, ഇങ്ങേ. ഉമ്മ. ഇനി നീ കരഞ്ഞ് നിലവിളിച്ചിട്ട് ഒരു കാര്യവും ഇവിടെ ആരുടെയും മനസ്സലിയത്തി. നീ ഇവിടെ നിക്ക്. ഞങ്ങളെയൊക്കെ മയക്കാൻ കുറച്ച് രൂപ നീ ഇവിടെ കൊണ്ടുവന്നിട്ടില്ലേ, അതെടുത്തോണ്ട് വരാം. ഓടിപ്പോകല്ലേ. അമ്മയുടെ മുന്നിൽ ചെന്ന് അവര് നിന്നെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുത്തു. എന്തിനാ അമ്മ വിളിച്ചത്? അവള് വീണ്ടും അമ്മയുടെ കാല് പിടിക്കാൻ ചെന്നു. ആര്, ഗംഗയോ? അല്ല, യമുന. ഓ, ചേട്ടൻ കൂടി ഇങ്ങോട്ട് വാ. എന്തിനാ? ഈ കാശ് ഞാൻ അവക്ക് കൊടുക്കുമ്പോഴേ ഒരു സാക്ഷി കൂടി വേണമല്ലോ. നീ കൊടുത്താ മതി, ഞാൻ വരേണ്ട കാര്യമൊന്നുമില്ല. അതെന്താ? എനിക്കത് കാണാനുള്ള ശക്തിയില്ല. നമ്മുടെ കൈ കിടന്ന് മറിയാനുള്ള കാശാ അത്. ആ പെണ്ണ് കൊണ്ടുപോകുന്നത് കാണാനുള്ള മനക്കരുത്ത് എനിക്ക്. എണീറ്റ് വാ മനുഷ്യ, എണീക്ക്. എന്താ ഇത്? എണീക്ക്. അതൊന്നും പറഞ്ഞു ഒഴിഞ്ഞു മാറണ്ട. നാളെ ഇവിടെ കയറി വന്ന് ഈ പണം അവക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞാലേ കുടുങ്ങുന്നത് ഞാനാ. നിങ്ങളുണ്ട്, എണീറ്റ് വന്നേ. എടി, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, അതുകൊണ്ടാ. ഇങ്ങോട്ട് എണീക്ക്, എണീക്ക്. എവിടെ കൊണ്ട് തോറ്റു. ചേട്ടനും കൂടെ കണ്ടു വേണം ഇത് എണ്ണി തിട്ടപ്പെടുത്തി കൊടുക്കാൻ. എന്താ നിന്നു പോയത്? കാലിന്റെ മസിൽ പിടിച്ചോ എന്നൊരു സംശയം.
ആ നീ വെക്കോ, ഞാൻ അങ്ങ് വരാം. ഇങ്ങോട്ട് വാ മനുഷ്യ, വാ. നീങ്ങി വന്നോ, അത് നന്നായി. സാക്ഷിയായിട്ട് നീയും കൂടെ ഉണ്ടല്ലോ. എന്നാ ഞാൻ അങ്ങോട്ട്. അവിടെ നിൽക്കും മനുഷ്യൻ. അനിയത്തിയാണെങ്കിലും ഇവളെയൊന്നും വിശ്വസിച്ചുകൂടാ. കൂറ് മുഴുവൻ ഇവളോടാ. എന്തിനാ അതെടുക്കുന്നത്? ഇതെണ്ണി തിട്ടപ്പെടുത്തി ഈ അശ്രീകരത്തിനെ ബോധ്യപ്പെടുത്തണ്ടേ? വേണോ? വേണം. അല്ല നീ വല്ല കാശ് കൊടുത്തോ? ഇല്ല. അല്ല നീ എണ്ണി 5 ലക്ഷം ഉണ്ടെന്ന് നേരത്തെ തിട്ടപ്പെടുത്തിയല്ലേ? അതെ, അതെനിക്കല്ലേ ബോധ്യപ്പെട്ടോളൂ. ആ ബോധ്യം മതി. ഇതെല്ലാം കൂടി എണ്ണി സമയം കളയാതെ അവളെ പറഞ്ഞയക്കാൻ നോക്ക്. അത് പറ്റില്ല. അത് പറ്റും. എണ്ണിക്കൊണ്ടിരുന്ന സമയം പോകും. സന്ധ്യയായ ആ പേരും പറഞ്ഞ് എവളിവിടെ നിൽക്കും. അതിങ്ങനെ പിടിക്ക് വെച്ചേ. നിങ്ങൾ ഇങ്ങോട്ട് തന്നേ, പിടിക്കടി. ഇത് വാങ്ങാതിരുന്ന നിന്നെ ഇവിടെ പൊറപ്പിക്കുമെന്നുള്ള വ്യാമോഹമൊന്നും വേണ്ട. നിന്നെ എനിക്ക് തൊടുന്ന തന്നെ അറപ്പാ. പിടിക്കങ്ങോട്ട്, പിടിക്കാൻ. ഇതെണ്ണി തിട്ടപ്പെടുത്തി ഇവളെ ബോധ്യപ്പെടുത്തണം. അയ്യോ, അപ്പൊ നേരെ ഒരുപാടാവുമല്ലോ. ഇരുട്ടിയാലും കുഴപ്പമൊന്നുമില്ല. എപ്പോ വേണമെങ്കിലും ഇവളെ ഇറക്കി വിടാലോ. അയ്യോ, അമ്മയുടെ കയ്യിലല്ലേ പണം ഇരുന്നത്. അമ്മ ഇതിന്ന് മോഷ്ടിക്കും? അമ്മ മോഷ്ടിക്കില്ല, പക്ഷെ ഇവള് മോഷ്ടിക്കും. എന്നിട്ട് നാളെ ആ കണ്ണിച്ചോരയില്ലാത്ത ഇടിയൻ എസ്സയും കൂട്ടി ഇവളിങ്ങോട്ട് വരും. 2 ലക്ഷം രൂപ കണ്ടില്ലെന്നും പറയും. അതൊക്കെ നിന്റെ തോന്നലൊന്നും അല്ല. ഇവളതിനോട്ട് മടിക്കുന്നവളല്ല. ആറ്റുനോറ്റ് വളർത്തിയ തന്തയും തള്ളയും തള്ളിക്കളഞ്ഞിട്ട് കണ്ടവന്റെ പുറകെ കയറും പൊട്ടിച്ചു പോകാൻ നിൽക്കുന്ന ഇവളെ പോലുള്ള പെൺപിള്ളേര് ഇവിടെ അനുഭവം കണ്ടു പഠിക്കണം. എല്ലാ ചോദ്യങ്ങളും ഉയരുന്നത് ഇവളുടെ ആത്മാഭിമാനത്തിന് നേരെയാണ്. ജന്മം കൊടുത്ത തന്തയും തള്ളയും കുരുതി കൊടുത്തവളാ ഇവള്. ഈശ്വരൻ പോലും ഇവളോട് പൊറുക്കില്ല. എല്ലാ ചൂണ്ടുവിരലുകളും ഉന്നമിടുന്നത് ഇവളുടെ നിലനിൽപ്പിനെയാണോ? അത്രയ്ക്ക് അപരാധിനിയാണോ ഈ കുട്ടി? എന്നെങ്കിലും ഇവളുടെ ദിവസം വരാതിരിക്കില്ല. അതെ, ഗംഗ ഒരു നാൾ വരും. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ. കുറുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണേ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ. കുറുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണേ.